2023 ഡിസംബർ 31 വരെ സൗജന്യമായി 25 സെന്റ് വരെ തരം മാറ്റാൻ നൽകിയ അപേക്ഷകളിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത്, പരമാവധി സ്ഥലങ്ങളിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് RDO കേന്ദ്രങ്ങളിൽ അദാലത്തുകൾ നടത്തണം എന്നാലോചിക്കുകയാണ്. അതനുസരിച്ച് RDO കേന്ദ്രങ്ങളിലുള്ള അപേക്ഷകൾ വില്ലേജിലേക്ക് പരിശോധനയ്ക്ക് നൽകിയത് ഡിസംബർ 31-നകം 25 സെന്റ് വരെയുള്ള എല്ലാ പാഴ്സൽസും ഒരു നിശ്ചിതമായ സമയമെടുത്തുകൊണ്ട് മുൻഗണനകൾ നോക്കാതെ തന്നെ ഒരു പ്രദേശത്തെ ക്ലസ്റ്ററായി തിരിച്ച് ഒരു സ്ഥലത്ത് പരിശോധനയ്ക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകളുടെയും പരിശോധിച്ച് നിശ്ചിതമായൊരു തീയതിയിൽ RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ RDO ഓഫീസ് നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദാലത്തുകൾ നടത്തണം എന്ന ധാരണയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ജനുവരി 15-ന് മാനന്തവാടിയിൽ വെച്ച് അദാലത്തുകൾക്ക് തുടക്കം കുറിക്കും. അപേക്ഷകർ അദാലത്തിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് SMS ആയി അയക്കും. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്താണ് ഇത് തരം മാറ്റത്തിന് അപേക്ഷ കൊടുത്തതെങ്കിൽ അവരുടെ നമ്പറായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം മെസ്സേജ് വരിക ആ നമ്പറിലേക്കായിരിക്കും. ഇതിനു വേണ്ടി പുതിയതായി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല. ഇതിനു വേണ്ടി പുതിയതായി ഏതെങ്കിലും ഒരു അപേക്ഷ കൊടുക്കേണ്ടതില്ല. തീരുന്ന മുറയ്ക്ക് അത് SMS ആയി ബന്ധപ്പെട്ട ഫോൺ നമ്പറിലേക്ക് ഒരു സന്ദേശവും ടോക്കൺ നമ്പറും ലഭിക്കും. ഇക്കാര്യത്തിൽ അക്ഷയ വഴി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ അക്ഷയ കേന്ദ്രത്തിന്റെ നമ്പറാണ് കൊടുത്തതെങ്കിൽ പ്രസ്തുത നമ്പറിലേക്കായിരിക്കും സന്ദേശം ലഭിക്കുക. അതുകൊണ്ട് പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അപേക്ഷ തങ്ങളുടെ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അദാലത്ത് തീർപ്പാക്കുന്ന അപേക്ഷകളുടെ തരംമാറ്റ ഉത്തരവുകൾ അന്നത്തെ ദിവസം തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും, നമ്മുടെ തീരുന്ന അപേക്ഷകൾ അദാലത്തിൽ എത്തിയാൽ. അതുകൊണ്ട് ഈ അദാലത്തിൽ 25 സെന്റ് വരെ സൗജന്യമായ ഭൂമിക്ക് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർ പ്രത്യേകമായ ഒരു അപേക്ഷ തരേണ്ട. അവർ അപേക്ഷിച്ചിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് വരുന്ന സന്ദേശം അറിഞ്ഞുകൊണ്ട് അദാലത്ത് നടക്കുന്ന സ്ഥലത്ത് ഹാജരായാൽ മതിയാകുന്നതാണ്. ഇവിടെ ഈ 27A അനുസരിച്ച് തരം മാറ്റി കൊടുക്കുമെന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, അങ്ങനെ തരം മാറ്റി കേസുകളിൽ റവന്യൂ രേഖകളിലേക്ക് മാറ്റാനുള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണ നിലയിൽ തരം മാറ്റം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് അത് മെയിലിൽ ആ തരം മാറ്റത്തിന്റെ വിശദാംശം അയച്ചു കൊടുക്കണം. തഹസിൽദാർ അത് കയ്യിൽ കിട്ടിയാൽ ഉടനടി വില്ലേജ് ഓഫീസർക്ക് കൈമാറണം. ഒരു രേഖയിൽ ഒരു സബ് ഡിവിഷൻ നടത്താനില്ലാത്തൊരു പാഴ്സലാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ രേഖയിൽ മാറ്റം വരുത്തി നികുതി അടയ്ക്കാൻ അയാൾക്ക് അനുവാദം നൽകണം. ഇനി ഒരേക്കർ ഭൂമിയിൽ 20 സെന്റ് മാത്രമാണ് തരം മാറ്റിയതെങ്കിൽ സർവേയർ ഇല്ലാത്ത പക്ഷം അപ്പോൾ സർവേയർ അന്വേഷിച്ച് പോകേണ്ടതില്ല. 20 സെന്റിന്റെ നികുതിയും 80 സെന്റിന്റെ നികുതിയും വെവ്വേറെ നിശ്ചയിച്ച് ബന്ധപ്പെട്ട അപേക്ഷകനെ അറിയിച്ച് അയാളിൽ നിന്ന് നികുതി അടച്ച് മേടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും എപ്പോഴാണോ അയാൾക്ക് സബ് ഡിവിഷൻ ചെയ്യേണ്ടി വന്നത് അപ്പം മാത്രം സർവേയർ ഉപയോഗിച്ചാൽ മതി എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദാലത്ത് കഴിഞ്ഞാൽ ഈ അദാലത്ത് നടന്ന രേഖകൾ 48 ഇനി വേണമെങ്കിൽ ഞായറാഴ്ച ശനിയാഴ്ച മുടക്ക് ദിവസമൊക്കെ നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസത്തിലോ നമുക്ക് ലഭ്യമാകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.